നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്ര പാഠപുസ്തകത്തിലെ 3ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന പാഠമാണ്. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എല്ലാ രാഷ്ട്രങ്ങൾക്കും, പരിഷ്കൃത സമൂഹത്തിൽ എല്ലാ രാഷ്ട്രങ്ങൾക്കും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എ ബോഡി ഓഫ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് അക്കോർഡിംഗ് ടു വിച്ച് എ സ്റ്റേറ്റ് ഈസ് ടു ബി ഗവേൺഡ്. ഒരു രാഷ്ട്രം എങ്ങനെയാണ് ഭരിക്കപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമാക്കുന്ന ഒരു കൂട്ടം പ്രിൻസിപ്പിൾസ്, മൗലികമായിട്ടുള്ള ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ്, അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ലോകത്തിലെ എല്ലാ പരിഷ്കൃത സമൂഹങ്ങളും ഇത്തരം ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആ രാജ്യത്തിന്റെ ഭരണം രൂപപ്പെടുത്തുന്നത്. ഇവിടെ ഇന്ത്യക്കും ഇന്ത്യയുടേതായിട്ടുള്ള ഒരു ഭരണഘടനയുണ്ട്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഒരു ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റഡ് ഇൻ 1950 ജാനുവരി 26. ആ ഭരണഘടന വളരെയേറെ പ്രത്യേകതകളുള്ള ഒന്നാണ്. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ലോകത്ത് എഴുതി വെക്കപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും വലുതാണ് ഇന്ത്യൻ ഭരണഘടന എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. നമ്മുടെ രാജ്യത്തെ സിറ്റിസൺസ്, അവരുടെ അധികാരങ്ങൾ, അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ദിസ് ചാപ്റ്റർ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ fundamental rights and duties of the citizens envisaged by the Constitution of India. The preamble of the Indian Constitution is given. In the preamble, it is declared that India is a sovereign, socialist, secular, democratic republic. It also ensures certain socio-political and economic objectives. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഇങ്ങനെ പറയുന്നു: ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സോവറിൻ, പരമാധികാര, സോഷ്യലിസ്റ്റ്, സ്ഥിതി സമത്വ, സെക്യുലർ, മതേതരത്വ, ഡെമോക്രാറ്റിക്, ജനാധിപത്യ റിപ്പബ്ലിക്കാണ് എന്ന് മാത്രമല്ല, ഇറ്റ് ഓൾസോ എൻഷുർസ് സർട്ടൻ സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെയാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്ന സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ ലക്ഷ്യങ്ങളെന്ന് നോക്കാം. ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ജസ്റ്റിസ് ഉറപ്പുവരുത്തുക. ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, ഈക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ടു പ്രൊമോട്ട് എമംഗ് ദം ഓൾ, ഫ്രാറ്റേണിറ്റി, അഷ്യൂറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നാഷൻ. ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയുന്ന കാര്യങ്ങളാണിത്. ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള വിവിധങ്ങളായ കാര്യങ്ങളാണ് നമ്മുടെ ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ്, മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ ജനങ്ങൾക്ക് ചില മൗലികമായിട്ടുള്ള അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ്? നമുക്കറിയാം, നമുക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. അതിൽ ചില അവകാശങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണെന്ന് പറയുന്നു, മൗലിക അവകാശങ്ങളാണെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് ഒരിക്കലും ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാത്ത അവകാശങ്ങളെയാണ്, നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങളെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. എല്ലാ അവകാശങ്ങളും പോലെയല്ല, ഫണ്ടമെന്റൽ റൈറ്റ്സ് നിഷേധിക്കപ്പെട്ടാൽ ആ പൗരന് കോടതിയെ സമീപിക്കാനും അത് നേടിയെടുക്കുന്നതിനുള്ള അവകാശമുണ്ട്. അത്തരം റൈറ്റ്സിനാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം രൂപപ്പെടുത്തിയ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒന്ന് ഇന്ത്യൻ പൗരന്റെ, ഇന്ത്യയിലെ ജനങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമുക്കറിയാം, ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് നമുക്ക് യാതൊരുവിധ അവകാശങ്ങളും അവർ അനുവദിച്ചു തന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ പല അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത്. എന്നാൽ ആ കാലഘട്ടത്തിൽ തന്നെ അവകാശങ്ങൾക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നിരവധി വ്യക്തികളും സംഘടനകളും നിരന്തരമായി പ്രക്ഷോഭങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ഇത് ഇമ്പോർട്ടന്റ് among them was the Nehru Committee report in 1928.
1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. ആ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ടും ഇന്ത്യയിലെ ജനങ്ങൾക്ക് അനുവദിച്ചു കിട്ടേണ്ട അവകാശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുത്തിയപ്പോൾ ഈ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിലെ നിഗമനങ്ങൾ, നിർദ്ദേശങ്ങൾ പരിഗണിക്കുകയുണ്ടായി. അതിൽ ബിസൈഡ്സ് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്, ദ Bill of Rights in the American Constitution that also influenced the formation of Indian Constitution or the formation of fundamental rights in India. ഭരണഘടന രൂപീകരിക്കപ്പെടുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് 7 എണ്ണമായിരുന്നു. എന്നാൽ അതിൽ ഒന്ന് റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്ത് സമ്പാദിക്കുവാനുള്ള അവകാശം, അത് പിന്നീട് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്നും ഒഴിവാക്കുകയുണ്ടായി. അങ്ങനെ നിലവിൽ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഉള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3-ൽ ആണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. Fundamental rights. Fundamental rights is an inevitable element of a democratic country. The Indian Constitution ensures to provide rights to the people. The concept fundamental rights has been borrowed from the American Constitution. Fundamental rights can also be compared to the Magna Carta and is known as the keystone of the Indian Constitution. When the implementation of the Constitution occurred, there were 7 fundamental rights, but now 6 rights exist. Right to property has been removed from the Indian Constitution in 1978. Now, it is not counted as one among the fundamental rights. The 6 fundamental rights are right to equality, right to freedom, right against exploitation, right to freedom of religion, cultural and educational rights, right to constitutional remedies. Article 14 guarantees equality before law as well as equal protection of the law to all persons within the territory of India. Article 15 prohibits discrimination on the grounds only for religion, race, caste, sex, place of birth, or any of them. Article 15 also guarantees special attention or care towards women as well as for children. Article 32 of the Indian Constitution is provided for the constitutional remedies against the violation of the fundamental rights. Dr. Bhimrao Ramji Ambedkar, commonly called Dr. B.R. Ambedkar, points out Article 32 as the heart and soul among the fundamental rights of the Indian Constitution. The Indian Constitution empowers the Supreme Court to issue writs for enforcement of any of the fundamental rights. ഇവയോരോന്നും എന്തെന്ന് ഒന്നുകൂടി നോക്കാം. ആദ്യമായി ഇവിടെ പറയുന്നത് റൈറ്റ് ടു ഈക്വാളിറ്റിയാണ്, തുല്യതയ്ക്കുള്ള അവകാശം. ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അവിടെ പല വിധത്തിലുള്ള അസമത്വങ്ങളും നിലനിൽക്കുന്നുണ്ട്. റൈറ്റ് ടു ഈക്വാലിറ്റി സ്റ്റാൻഡ്സ് ഫോർ അബോളിഷിംഗ് ദീസ് സോഷ്യൽ ഇൻഇക്വാളിറ്റീസ് ആൻഡ് ടു എൻഷുർ ഈക്വാലിറ്റി. ദ ഐഡിയാസ് ഇൻക്ലൂഡഡ് ഇൻ റൈറ്റ് ടു ഈക്വാലിറ്റി ആർ എൻഷുർ ഈക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. പ്രോഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, റേസ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എക്സെട്ര. എവിടെ ജനിച്ചു, അല്ലെങ്കിൽ ഏത് ജാതിയിൽ ജനിച്ചു, ഏത് മതത്തിൽ ജനിച്ചു, ഏത് വർഗത്തിൽ ജനിച്ചു, ഇതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിൽ യാതൊരുവിധ ഡിസ്ക്രിമിനേഷനും ഉണ്ടാകാൻ പാടില്ല, യാതൊരുവിധ വിവേചനവും ഉണ്ടാകാൻ പാടില്ല. ഏത് ജാതിയിൽ, മതത്തിൽ, വർഗത്തിൽ, വർണ്ണത്തിൽ, സ്ഥലത്ത് ജനിച്ചാലും എല്ലാവർക്കും തുല്യമായ അവകാശം ഉറപ്പുവരുത്തുന്നു. എൻഷുർ ഈക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെൻറ്റ്സ്. പൊതുവായി തൊഴിലിന് അല്ലെങ്കിൽ തൊഴിലാളികളെ നിയമിക്കുമ്പോൾ അവിടെ ഒരിക്കലും ഇനിക്വാളിറ്റി ഉണ്ടാകാൻ പാടില്ല, ഈക്വാളിറ്റി ഉറപ്പുവരുത്തിയിരിക്കണം. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ നമ്മുടെ സമൂഹത്തിൽ പണ്ട് നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു. ഇത്തരത്തിലുള്ള തൊട്ടുകൂടായ്മ, അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്യുക. അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. പണ്ട് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇന്ത്യക്കാർക്ക് പല വിധത്തിലുള്ള സ്ഥാനങ്ങളും ടൈറ്റിൽസും അവർ നൽകിയിരുന്നു. അത്തരത്തിലുള്ള എല്ലാ സ്ഥാനങ്ങളും അത് ഈക്വാളിറ്റിക്കെതിരാണ് എന്നുള്ളത് കൊണ്ട് അത് നിരോധിക്കുക, അത് അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളും തുല്യരാണ് എന്ന ഒരു കാഴ്ചപ്പാടാണ് റൈറ്റ് ടു ഈക്വാളിറ്റി എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. എന്നാൽ ഇവിടെ നമുക്കറിയാം, ചിലപ്പോൾ സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്
ബാക്ക്വേർഡ് ക്ലാസ്സസിൽപ്പെട്ട ആളുകൾക്ക് അവർക്ക് ചില പ്രത്യേക പരിഗണനകൾ കൊടുക്കുന്നുണ്ട്. ഇതൊരിക്കലും റൈറ്റ് ടു ഈക്വാളിറ്റി എന്ന ആശയത്തിനെതിരല്ല, മറിച്ച് പല കാരണങ്ങളാലും പിന്നോക്കം കിടക്കുന്ന അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയാണ് ഇത്തരം പ്രിഫറൻസ് അവർക്ക് നൽകുന്നത് എന്ന് നമ്മൾ മറക്കാതിരിക്കുക. അടുത്ത ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഫ്രീഡമാണ്. റൈറ്റ് ടു ഫ്രീഡം എന്നതിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, നമ്മൾക്ക് സംസാരിക്കുന്നതിനും നമ്മുടെ ആശയങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ്, ആയുധങ്ങളില്ലാതെ സമാധാനപരമായി എവിടെയും യോഗം ചേരുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ടു ഫോം അസോസിയേഷൻസ്, സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ടു ട്രാവൽ എനിവെയർ ഇന്ത്യ, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കുന്നതിന് ഇന്ത്യൻ പൗരന്മാർക്കുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ടു റിസൈഡ് എനിവെയർ ഇൻ ഇന്ത്യ, രാജ്യത്തിൻ്റെ ഏത് പ്രദേശത്ത് വേണമെങ്കിലും സ്ഥിരതാമസമാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ടു ക്യാരി ഓൺ എനി ഒക്കുപ്പേഷൻ, ട്രേഡ് ഓർ ബിസിനസ്, ഏത് തൊഴിലും അല്ലെങ്കിൽ ഏത് വ്യവസായവും ഏത് വ്യാപാരവും നടത്തുന്നതിനുള്ള സ്വാതന്ത്ര്യം. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ജീവനും അതുപോലെ സ്വത്തിനും ഉള്ള അവകാശം, വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 6 to 14 ഇയേഴ്സ്, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള അവകാശം. പ്രൊട്ടക്ഷൻ ഫ്രം ആർബിട്രറി അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ, ഒരു വ്യക്തിയെയും അന്യായമായി അറസ്റ്റ് ചെയ്യുവാനോ ജയിലിലടയ്ക്കുവാനോ പാടില്ല, ഇതിനെതിരായ സ്വാതന്ത്ര്യം. ഇത്തരത്തിൽ റൈറ്റ് ടു ഫ്രീഡം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ മറ്റൊന്നാണ് റൈറ്റ് എഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരായ അവകാശം, ചൂഷണം ചെയ്യപ്പെടാതിരിക്കാനുള്ള അവകാശം. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ചുറ്റുപാട് നോക്കിയാൽ വ്യത്യസ്ത വിധത്തിലുള്ള ചൂഷണങ്ങൾ വിവിധ മേഖലകളിൽ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് ചൈൽഡ് ലേബറാണ്. ഇത്തരത്തിൽ നിരവധി വിധത്തിലുള്ള ചൂഷണം നമുക്ക് കാണാൻ കഴിയും. ദ റൈറ്റ് അഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഈസ് കൺസേൺഡ് വിത്ത് ദ prohibition of this type of exploitation and equip the individuals for leading a dignified life. ഇതിലൂടെ അർത്ഥമാക്കുന്നത് ഫോഴ്സ്ഡ് ലേബർ ആൻഡ് ട്രാഫിക്കിംഗ് ഹ്യൂമൻ ബീയിങ്സ് ആർ പ്രോഹിബിറ്റഡ്. ഫോഴ്സ്ഡ് ലേബർ, നിർബന്ധിത തൊഴിലെടുപ്പിക്കുക, അതുപോലെ ട്രാഫിക്കിംഗ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യ വ്യാപാരം, ഇതിനെ നിരോധിച്ചിരിക്കുന്നു. എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ് ആൻഡ് അതർ ഡേഞ്ചറസ് സെക്ടേഴ്സ് ആർ ഫോർബിഡൻ. കുട്ടികളെ ഫാക്ടറികളിലും മറ്റ് അപകടകരമായ സ്ഥലങ്ങളിലും എടുപ്പിക്കുന്നതും നിരോധിച്ചിരിക്കുന്നു. ഇങ്ങനെ മനുഷ്യൻ്റെ ഡിഗ്നിറ്റി ഉയർത്തിപ്പിടിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു അവകാശമാണ് റൈറ്റ് എഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ അടുത്തത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം നിരവധി മതങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു മതത്തിന് എന്തെങ്കിലും പ്രത്യേക പരിഗണന ഇവിടെ കൊടുക്കുന്നില്ല. എല്ലാ മതങ്ങൾക്കും തുല്യമായ അവകാശമാണ്. അതിനാണ് നമ്മൾ സെക്യുലറിസം, മതേതരത്വം എന്ന് പറയുന്നത്. There is no official religion for India. India does not promote any religion, but religious freedom is ensured by the Constitution. ഒരു മതത്തിനും പ്രത്യേക പരിഗണന കൊടുക്കുന്നില്ല, എന്നാൽ എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യം നമ്മൾ ഉറപ്പു നൽകുന്നു. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എൻഷുവേഴ്സ് ദ റൈറ്റ് ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രോപ്പഗേറ്റ് എനി റിലീജിയൻ. ഏത് മതം വേണമെങ്കിലും വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കുവാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. ഫ്രീഡം ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസ്. മതസംഘടനകളും അതുപോലെ സ്ഥാപനങ്ങളും ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയുള്ള സ്ഥാപനങ്ങളും ഒക്കെ സ്ഥാപിക്കുവാനുള്ള അവകാശം മതങ്ങൾക്ക് ഉണ്ട്. അതുപോലെ തന്നെ റൈറ്റ് അഗൻസ്റ്റ് ടാക്സേഷൻ ഫോർ പ്രൊമോട്ടിങ് എ പർട്ടിക്കുലർ റിലീജിയൻ. അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുസമ്പത്ത് ഏതെങ്കിലും ഒരു മതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യമൊക്കെ അനുവദിക്കുമ്പോൾ തന്നെ സർക്കാർ സ്ഥാപനങ്ങളിലോ സർക്കാരിൻ്റെ സഹായം പറ്റുന്ന ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ ഒരു മതവും പ്രചരിപ്പിക്കാനോ മതപ്രചരണത്തിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനോ പാടില്ല എന്ന് പറയുന്നു. അടുത്തത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ് ആണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് വ്യത്യസ്ത ജനവിഭാഗങ്ങളുണ്ട്, ന്യൂനപക്ഷ ഭൂരിപക്ഷ വിഭാഗങ്ങളിൽ.
അതിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മൈനോറിറ്റീസിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ് ഹാവ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ മൈനോറിറ്റി സെക്ഷൻസ്. ഇതിലൂടെ ഉറപ്പുവരുത്തുന്നത് ഈ മൈനോറിറ്റീസിൻ്റെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവരുടെ ലാംഗ്വേജ്, അവരുടെ സ്ക്രിപ്റ്റ്, അവരുടെ സംസ്കാരം ഇതൊക്കെ സംരക്ഷിക്കുന്നു. കൂടാതെ റിലീജിയസ് ആൻഡ് ലാംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ഹാവ് ദ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദെയർ ചോയ്സ്. ഈ മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട വിഭാഗങ്ങൾക്ക്, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ സംസ്കാരം സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസം വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിക്കുന്നതിനുള്ള, നടത്തുന്നതിനുള്ള അവകാശവും ഉറപ്പുവരുത്തുന്നുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ അവസാനത്തേത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഇവിടെ നമ്മുടെ ഭരണഘടനയുടെ ആർക്കിടെക്റ്റ് എന്നറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. If it was asked about the most important provision in this constitution, my answer is the right to constitutional remedies. It is the heart and soul of the Indian Constitution. ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണെന്ന്. അംബേദ്കറുടെ വാക്കുകളാണ്. ഇതിൽ നിന്നും അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. ഇതിലൂടെ അർത്ഥമാക്കുന്നത് ഏതെങ്കിലും ഒരു മൗലിക അവകാശം നിഷേധിക്കപ്പെട്ടാൽ ഭരണഘടനാപരമായി അത് നേടിയെടുക്കുന്നതിനുള്ള അവകാശം ഇന്ത്യൻ പൗരന്മാർക്കുണ്ട്. ഭരണഘടന അത് ഉറപ്പ് നൽകുന്നു. എല്ലാ മൗലിക അവകാശങ്ങളും രാജ്യത്തെ പൗരന്മാർക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്നു. അതാണ് ഈ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ് എന്ന് പറയുന്ന മൗലിക അവകാശത്തിലൂടെ അർത്ഥമാക്കുന്നത്. ഇത്രയുമാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന ആശയമാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, നിർദ്ദേശക തത്വങ്ങൾ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ദാറ്റ് ഡയറക്ട്സ് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ടു ഓർഗനൈസ് ആൻഡ് ഇംപ്ലിമെന്റ് പ്രോഗ്രാംസ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് എ വെൽഫെയർ സ്റ്റേറ്റ്. ഒരു വെൽഫെയർ സ്റ്റേറ്റ് സ്ഥാപിക്കുക, ഒരു ക്ഷേമ രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ ഭരണഘടന സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. ആ രാജ്യത്തെ പൗരന്മാർക്ക് അനുവദിച്ചു കൊടുക്കേണ്ട ചില നിർദ്ദേശങ്ങൾ, അതിൽ പറയുന്ന കാര്യങ്ങൾ ആ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് ഉതകുന്നതാണ്, അവരുടെ വെൽഫെയറിന് ഉതകുന്നതാണ്. എന്നാൽ ഇവിടെ ഒരു പ്രത്യേകത, ഫണ്ടമെന്റൽ റൈറ്റ്സിന് വ്യത്യസ്തമായിട്ട് ഇവിടെയുള്ള ഒരു പ്രത്യേകത, ഈ ആവശ്യങ്ങൾ അനുവദിച്ചു കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ അവകാശങ്ങൾ അനുവദിച്ചു കൊടുത്തില്ല എന്നുള്ളത് കൊണ്ട് ഒരു പൗരന് കോടതിയെ സമീപിച്ച് അത് നേടിയെടുക്കാൻ കഴിയുകയില്ല. ഒരു രാജ്യത്ത് അവിടുത്തെ ഗവൺമെന്റിന് ആ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ആ രാജ്യത്തെ ജനങ്ങൾക്ക് പരമാവധി നൽകേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ കഴിയുമെങ്കിൽ നൽകേണ്ട കാര്യങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളിൽ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെനി സോഷ്യോ political and economic programs which are helpful for the creation of a welfare state are included in these directive principles. ഒരു രാജ്യത്ത് ഒരു വെൽഫെയർ സ്റ്റേറ്റ് സ്ഥാപിക്കുന്നതിന് സഹായകരമാകുന്ന പല സാമൂഹ്യ സാമ്പത്തിക പരിഷ്കാരങ്ങളും നിർദ്ദേശങ്ങളും ഈ നിർദ്ദേശക തത്വങ്ങളിൽ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിൽ പറയുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു പൗരന് കോടതിയെ സമീപിക്കുവാനുള്ള അവകാശമില്ല. പക്ഷേ ഒരു വെൽഫെയർ സ്റ്റേറ്റ് വിഭാവനം ചെയ്യുന്ന ഒരു സർക്കാർ അതിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ പരമാവധി ശ്രമിക്കണം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ള നിരവധി ആശയങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ, നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഓർഗനൈസേഷൻ ഓഫ് ഗ്രാമപഞ്ചായത്ത് ഗാന്ധിജിയുടെ ഒരു ആശയമായിരുന്നു. പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, കുടിൽ വ്യവസായങ്ങളെ പ്രൊമോട്ട് ചെയ്യുക. പ്രോഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് സബ്സ്റ്റൻസസ്, ലഹരി വസ്തുക്കൾ നിരോധിക്കുക. ഇതൊക്കെ ഗാന്ധിജി മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളാണ്. അപ്പോൾ നമ്മുടെ സർക്കാരുകൾ നിയമനിർമ്മാണം നടത്തുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് പരിഗണന കൊടുത്തുകൊണ്ട് വേണം, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് വേണം നിയമനിർമ്മാണം നടത്തുവാൻ. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഒരു വെൽഫെയർ സ്റ്റേറ്റ് സ്ഥാപിക്കുന്നതിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. നമ്മളിവിടെ അവകാശങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. എന്നാൽ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവകാശങ്ങൾ മാത്രമല്ല ഉള്ളത്,
ചില ഡ്യൂട്ടീസ് കൂടിയുണ്ട്, കടമകൾ കൂടിയുണ്ട്. നമ്മൾ അത് നിറവേറ്റേണ്ടതായിട്ടുണ്ട്. ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ, ഒരു നല്ല സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് അവകാശങ്ങൾ മാത്രം പോരാ, അവകാശങ്ങളോടൊപ്പം തന്നെ വ്യക്തികൾ അവരിൽ ചുമത്തപ്പെട്ടിട്ടുള്ള ചുമതലകൾ നിറവേറ്റേണ്ടതായിട്ടുണ്ട്. ഒരു വ്യക്തി നിറവേറ്റേണ്ട ചുമതലകളെയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. നമ്മുടെ ഭരണഘടനയിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടും പ്രതിപാദിക്കുന്നുണ്ട്. നമ്മുടെ ഭരണഘടനയിലെ പാർട്ട് 4A ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് വിവരിക്കുന്നത്. Certain duties are to be performed by the citizen for protect the unity and integrity of the nation. രാഷ്ട്രത്തിന്റെ ഇന്റഗ്രിറ്റി, രാഷ്ട്രത്തിന്റെ യൂണിറ്റി അത് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് all the citizens should perform some duties that included in the part 4A of Indian Constitution. ഇവിടെ തന്നിരിക്കുന്ന ചെക്ക് ലിസ്റ്റ് പരിശോധിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നിർവഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഉദാഹരണത്തിന്, ഐ സ്റ്റാൻഡ് അപ്പ് വൈൽ ദ നാഷണൽ ആന്തം ഈസ് ബീയിങ് സങ്, യെസ് ഓർ നോ. ഐ റിയലൈസ് ദാറ്റ് ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് ആർ ടു ബി പ്രൊട്ടക്റ്റഡ്, യെസ് ഓർ നോ. ഐ ട്രൈ ടു ഫോസ്റ്റർ ക്വാർട്ടർലി എമംഗ് ദ പീപ്പിൾ, യെസ് ഓർ നോ. ഐ പ്രൊട്ടക്ട് ദ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നാഷൻ. ഐ ട്രൈ ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെൻറ്റ്. യെസ് എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നിർവഹിക്കുന്നവരാണ്. നോ എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നിർവഹിക്കാത്തവരാണ്. ഇതിൽ നിന്നും എന്താണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നമ്മുടെ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. The nation can achieve unity and progress only through ensuring fundamental rights, implementing the directive principles and fulfilling the fundamental duties. ഇത്രയുമാണ് ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്.